ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകട മരണത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയോ സംശയിക്കുന്നു. മോശം കാലാവസ്ഥയിൽ അത്ര സുരക്ഷിതവും ആധുനികവുമല്ലാത്ത ബെൽ 212 ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് സംശയകരമാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ യാത്ര ഒഴിവാക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. ഇറാന്റെ മുഖ്യ ശത്രുവായ ഇസ്രായേലിനോ ഇറാനിലെ റൈസി വിരുദ്ധർക്കോ സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം. ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നു. ആക്രമണത്തെ ശക്തമാക്കി അപലപിച്ച ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി. ഇരു രാജ്യവും തമ്മിൽ യുദ്ധഭീതി നിലനിൽക്കവെയാണ് റൈസിയുടെ വിയോഗം. ശത്രുക്കളെ പതിയിരുന്നു വധിക്കുന്നതിൽ കുപ്രസിദ്ധരാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരെ അടക്കം വധിച്ച ചരിത്രം മൊസാദിനുണ്ട്. എന്നാൽ ഗാസ കൂട്ടക്കുരുതിയോടെ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെട്ട ഇസ്രായേൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം സാഹസത്തിന് മുതിരില്ലെന്ന വിലയിരുത്തലുമുണ്ട്. ശക്തമായ ഉപരോധത്തിൽ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിയപ്പോഴും പ്രതിരോധ ബജറ്റിൽ വൻ തുക നീക്കിവെച്ചത് റൈസിക്കെതിരെ ഇറാനിലും എതിർപ്പുള്ളവയായിരുന്നു. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മത പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനി 2022 കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് ഇറാനിൽ വൻ കലാപത്തിന് ഇടയാക്കി. ഇത് റൈസിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് കാരണക്കാരനാണ് റൈസി എന്ന വാദവും ശക്തം. ഇറാന്റെ പരമോന്നത നേതാവായ റൈസി കടന്നുവരുന്നത് തടയാനും ശ്രമങ്ങളുണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ മരണത്തിന് പിന്നിലുണ്ടാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കണ്ടെടുക്കുന്നത് നിർണായകമായത് തുർക്കിയുടെ നിരീക്ഷണ ഡ്രോൺ അക്കിൻസി ആയിരുന്നു. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഹെലികോപ്റ്റർ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്തെ താപനില കൂടിയ മേഖല അക്കിൻസി കണ്ടെത്തി. കനത്ത മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നാണ് താപമേഖല രൂപപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ രക്ഷാപ്രവർത്തകർ അവിടേക്ക് നീങ്ങി. തിങ്കൾ രാവിലെ ഇറാൻ റെഡ് ക്രസന്റ് സൊസൈറ്റി തലവൻ പിൻ ഹുസൈൻ കൊളിവാൻഡാണ് ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാസംഘം എത്തിയ വിവരം സ്ഥിരീകരിച്ചത്. അധികാരത്തിലിരിക്കെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. ഇറാന്റെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി റാജയാണ് അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ പ്രസിഡന്റ്. 1981 ആഗസ്റ്റ് 30 പ്രധാനമന്ത്രി മുഹമ്മദ് ജാവദ് ബഹ്നാമത്ത് പ്രതിരോധ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കവെ അദ്ദേഹം സ്വന്തം ഓഫീസിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ വധിക്കപ്പെട്ടത്. പീപ്പിൾസ് മുജാഹിദീൻ ഓഫ് ഇറാന്റെ മസൌദ് കശ്മീരിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. എന്നാൽ രാജായിയുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശത്രുക്കളാണ് സൂത്രധാരനെന്ന ആരോപണം ഇന്നും നിലനിൽക്കുന്നു. പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗം ഇറാനെ തൽക്കാലത്തേക്കെങ്കിലും പ്രതിസന്ധിയിലാക്കുന്നതാണെങ്കിലും രാജ്യത്തിന്റെ നിലപാടുകളിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനിടയില്ല. 4.5 പതിറ്റാണ്ട് മുമ്പ് രാജവാഴ്ച അവസാനിപ്പിച്ച് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ചതു മുതൽ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് ഇറാൻ. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സാമ്രാജ്യത്വ ചേരിയുടെ എതിർപക്ഷത്ത് എന്നും നിലയുറപ്പിച്ചതാണ് രാജ്യത്തെ ശ്രദ്ധേയമാക്കിയത്. ഇസ്ലാമിക ലോകത്ത് അകത്തും പുറത്തും സവിശേഷ സ്ഥാനം ഇറാനുണ്ട്. സുന്നി ഷിയ ധാരകളായി പിരിഞ്ഞ ഇസ്ലാമിക ലോകത്ത് ന്യൂനപക്ഷ ഷിയ വിഭാഗത്തിന്റെ ന്യായസ്ഥാനമാണ് ഇറാനുള്ളത്. ലോകത്തെ മുസ്ലിം വിഭാഗത്തിൽ 15% മാത്രമാണ് ഷിയാകൾ. 4 രാജ്യങ്ങളിൽ ഷിയാകൾക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും ഷിയ നിയമങ്ങൾക്കനുസരിച്ച് ഭരണമുള്ള ഏക രാജ്യം ഇറാനാണ്. ഇറാഖ്, അസർബൈജാൻ, ബഹ്റൈൻ എന്നിവയാണ് മറ്റ് ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങൾ. ബഹ്റൈനിൽ ഭരണം സുന്നി രാജകുടുംബത്തിനാണ്. സൗദി അറേബ്യ നയിക്കുന്ന സുന്നി വിഭാഗത്തിന് 40-ൽ പരം രാജ്യങ്ങളിൽ ഭൂരിപക്ഷമുണ്ട്. ഇറാൻ മതരാഷ്ട്രമാണെങ്കിലും മേഖലയിൽ സുന്നി രാജവാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ജനഹിതത്തിന് ഇടമുള്ള രാജ്യമാണ്. 4 വർഷം കൂടുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. അമേരിക്കയിലടക്കം സംഭവിക്കുന്നത് പോലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മത യാഥാസ്ഥികരും പുരോഗമനവാദികളും മാറി മാറി അധികാരത്തിൽ വന്നിട്ടുമുണ്ട്. അമേരിക്കൻ പിന്തുണ ഉണ്ടായിരുന്ന രാജവാഴ്ച കാലത്ത് അത് ചിന്തിക്കാനാകുമായിരുന്നില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മുസാഖിദിനെ അട്ടിമറിച്ചാണ് അമേരിക്ക മുൻ രാജാവ് മുഹമ്മദ് റീസ പഹ്ലിയ അധികാരത്തിൽ വീണ്ടും അവരോധിച്ചത്. അതോടെ ഇറാൻ ജനതയിൽ അമേരിക്കയ്ക്കുണ്ടായ വിരോധം ഇനി ആര് ഭരണത്തിൽ വന്നാലും മാറാനിടയില്ല. ഇബ്രാഹിം റൈസിയുടെ ഭരണകാലത്തുണ്ടായ 2 സുപ്രധാന നടപടികൾ ഇറാനെ ശാക്തീകരിക്കുകയായിരുന്നു.
ശത്രുപക്ഷത്തായിരുന്ന സൗദി അറേബ്യയുമായി 2023 മാർച്ചിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതാണ് അതിലൊന്ന്. ചൈനയുടെ മധ്യസ്ഥതയിലുണ്ടായ ആ ബന്ധം സൗദിയെ ഇസ്രായേലിന്റെ വാലാക്കാൻ ശ്രമിച്ചുവെന്നത് അമേരിക്കയ്ക്കേറ്റ പ്രഹരമായിരുന്നു. ആണവ ഉടമ്പടിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്കയ്ക്ക് മറുപടിയായി യുറേനിയം സമ്പുഷ്ടീകരണം റേസി ശക്തമാക്കിയതും ഭാവി ചർച്ചകളിൽ ഇറാന് കരുത്തു പകരും. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ഉപരോധം നേരിടുന്ന ഇറാന് ആണവ ശക്തിയായ റഷ്യയ്ക്ക് ആയുധം നൽകുന്ന രാജ്യമായി വളർന്നതും അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇറാനിൽ ഭരണാധികാരി ആരായാലും പാശ്ചാത്യ ചേരി ആഗ്രഹിക്കുന്ന മാറ്റം അവിടെ പ്രതീക്ഷിക്കാനാകില്ല. വിഭജന കാലം വരെ ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു ഇറാൻ. പേർഷ്യൻ ഭരണകാലം മുതൽ ഇന്ത്യ ഇറാൻ ബന്ധം ഗാഢമായിരുന്നു. ഇറാനിലെ തന്ത്രപ്രാധാന്യമുള്ള ചംബാർ തുറമുഖം 10 വർഷത്തേക്ക് ഇന്ത്യക്ക് പ്രവർത്തിപ്പിക്കാൻ ഇരു രാജ്യവും കരാറിലെത്തിയതും ചരിത്രപരമായ ബന്ധത്തിന്റെ തുടർച്ചയായി വിലയിരുത്തുന്നതാണ്. പാകിസ്ഥാൻ റോഡുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി റോഡ് മാർഗം ബന്ധപ്പെടാനുള്ള ഏക മാർഗം ഇറാനാണ്. അമേരിക്കയുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കുകയും ചമ്പഹാർ തുറമുഖം പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോയത് ഭൗമരാഷ്ട്രീയപരവും തന്ത്രപരവുമായ ഈ പ്രാധാന്യം കണക്കിലെടുത്താണ്. ആണവ ഉടമ്പടി റദ്ദാക്കിയ അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷവും ഇന്ത്യ ഇറാനുമായി നയതന്ത്ര ബന്ധം ശക്തമാക്കി. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യക്ക് മുന്നിൽ മറ്റൊരു സാധ്യതയാണ്. 2022 ജൂണിൽ ഡൽഹി സന്ദർശിച്ച ഇറാൻ വിദേശമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ ഇന്ത്യൻ വിദേശമന്ത്രി എസ് ജയശങ്കറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തി. റെയ്സി വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുമുണ്ടായിരുന്നു.